വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിൽ 27 പുസ്തകമാണ്. 19 അധ്യായങ്ങളിലായി വിവരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സോളമനാണോ അതോ യഹൂദമതത്തിൽ പ്രാവീണ്യമുള്ള മറ്റൊരു വ്യക്തിയാണോ എന്നതിൽ സംശയമുണ്ട്. ദൈവം നൽകുന്ന ജ്ഞാനത്തിൻ്റെ മഹത്വം, നീതിയുടെ ശക്തി, ദൈവഭക്തിയുടെ പ്രതിഫലം എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള ആത്മീയ ഗ്രന്ഥമാണിത്. വിദേശ ശക്തികളുടെയും സംസ്കാരങ്ങളുടെയും പിടിയിലമർന്ന് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവജനത്തിന് സ്വാവബോധം നേടിക്കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയുമായിരുന്നു ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം. ഇത് വിശ്വാസികളെ ദൈവത്തോടുള്ള ആത്മീയതയിലേക്കും നീതിയിലേക്കും നയിക്കുന്നു. ജ്ഞാനപുസ്തകത്തിൻ്റെ 1-ാം അധ്യായം നീതിയെയും ദൈവഭക്തിയെയും കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഭൂമിയിലെ ഭരണാധികാരികളും ജനങ്ങളും നീതിയെ സ്നേഹിക്കണമെന്നും യഹോവയെ നല്ല മനസ്സോടെ അന്വേഷിക്കണമെന്നും പറയുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർക്കല്ല, വിശ്വസിക്കുന്നവർക്കാണ് അവൻ പ്രത്യക്ഷനാകുന്നത്. ദൈവജ്ഞാനം വഞ്ചനാപരമായ മനസ്സിൽ പ്രവേശിക്കുകയില്ല, പാപത്തിൽ അടിമപ്പെട്ട ശരീരത്തിൽ പാർക്കുകയുമില്ല. യഹോവയുടെ ആത്മാവ് സർവ്വലോകവും നിറയ്ക്കുന്നു. അവൻ എല്ലാം അറിയുന്നു. മനുഷ്യരുടെ ചിന്തകളും വാക്കുകളും മറച്ചു വയ്ക്കാനാവില്ല. ദുഷ്ടർ മറ്റുള്ളവർക്കായി ഒരുക്കുന്ന നാശം തങ്ങളിലേക്ക് തന്നെ വരുന്നു. മരണവും നാശവും മനുഷ്യരുടെ തെറ്റായ വഴികളിലൂടെ വരുന്നു. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ജ്ഞാനം 1-ാം അധ്യായം 2-ാം തിരുവചനം. ജ്ഞാനപുസ്തകത്തിൻ്റെ 2-ാം അധ്യായം ദുഷ്ടരുടെ ചിന്തകളും അവരുടെ ജീവിത രീതിയും വിവരിക്കുന്നു. അവർ മരണത്തെ അന്തിമാവസ്ഥയായി കരുതുന്നു. അതിനാൽ ജീവിതം ആസ്വദിക്കാനും നീതിമാന്മാരെ പീഡിപ്പിക്കാനും ശ്രമിക്കുന്നു. ദുഷ്ടരുടെ ചിന്തകൾ വ്യർത്ഥമാണ്. അവർ മരണത്തിലേക്കാണ് തങ്ങളെ തന്നെ നയിക്കുന്നത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.